ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രീതിയിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അത് മാതാപിതാക്കളോടാണ് പറയാനുള്ളത് കേട്ടോ. അപ്പം മാതാപിതാക്കളോടാണ് പറയുന്നത്, വേറെ കാര്യമൊന്നും കൊണ്ടല്ല. അപ്പം നമ്മളെ എങ്ങനെയൊക്കെ നമ്മൾ ചടുക്കും ചിട്ടയുമായി കൃത്യനിഷ്ഠയോട് കൂടിയിട്ടൊക്കെ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നാലും എത്രയൊക്കെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നാലും നന്നാവുള്ളവർ മാത്രമേ നന്നാവുള്ളൂ. അല്ലാത്തവർ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ സഞ്ചരിക്കും കേട്ടോ. അപ്പം അത് അച്ഛനും അമ്മയുടെയും വളർത്തുദോഷമല്ല, അങ്ങനെയുള്ളതും ഉണ്ട്, ഇല്ല ഞാൻ പറയണില്ല. പക്ഷെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വിദ്യ എന്ന് പറയില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ സമൂഹത്തിൽ കണ്ടുവരുന്ന കാര്യങ്ങളാണ്. സമൂഹത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും വരുന്ന കാര്യങ്ങളെ കൊണ്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കും, മക്കളില്ലാതിരിക്കുന്നതും മക്കളില്ലാത്ത ദുഃഖം അനുഭവിച്ചിരിക്കുന്നവരും ചിലപ്പോൾ ഭാഗ്യവാന്മാരാണ് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് കേട്ടോ. പല കാര്യങ്ങളും പല കഥകളും കേൾക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ മക്കളില്ലാത്ത ദുഃഖവും മക്കളുള്ള ദുഃഖവും രണ്ടും ഉണ്ട് കേട്ടോ. രണ്ടും അനുഭവിക്കും. കാരണം മക്കളെ കൊണ്ട് നന്നായില്ല, നമ്മൾ മക്കളെ എത്രയൊക്കെ വളർത്തിക്കൊണ്ട് വന്നാലും അവർ നന്നായില്ല വെച്ചാൽ അവരെ കൊണ്ടുള്ള ആ ദുഃഖം നമുക്ക് അനുഭവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദുഃഖം തന്നെയാണ്. അപ്പോൾ അത് മക്കളെ ഉണ്ടായാലുള്ള ദുഃഖം അതാണ്, മക്കളില്ലാതിരിക്കുന്നവർക്ക് മക്കളില്ല എന്നുള്ള ദുഃഖം. അപ്പോൾ രണ്ട് ദുഃഖങ്ങളും ഉണ്ട്. അപ്പോൾ ഏതിനും ദുഃഖങ്ങളും നല്ലതും ചീത്തയൊക്കെ ഉണ്ടാവും, അതല്ല പറയുന്നത്. നമുക്ക് പ്രായമായി വരികയാണെന്നുണ്ടെങ്കിലും എപ്പോഴും നമ്മൾ ചിന്തിക്കും, നമ്മൾ മക്കളെ വളർത്തി അവർ നമ്മളെ നോക്കിക്കൊള്ളണം എന്നുള്ളൊരു നിബന്ധന. അങ്ങനെ നോക്കിക്കൊള്ളണം എന്നുള്ള നിബന്ധന ഇല്ല. കാരണം മക്കളൊക്കെ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നെയാണ് നോക്കുള്ളൂ. അല്ലെങ്കിൽ നോക്കുന്ന മക്കളാണ് എത്രയായാലും നോക്കുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കാൻ താല്പര്യമില്ലാത്തവർ അല്ലെങ്കിൽ മനസ്സില്ലാത്തവർ നോക്കില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ എന്നെ നോക്കിക്കൊള്ളണം, ഞാൻ അങ്ങനെയാണ്, നിന്നെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ പറയണ്ട. അപ്പം നമുക്ക് മക്കളുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മക്കളെ നോക്കേണ്ട ഒരു കടമ ഉണ്ട്. ആ ഒരു കടമ നമ്മൾ ചെയ്യുക. തിരിച്ച് നമ്മൾ പ്രായമായി വരുമ്പോൾ നമ്മളെ നോക്കേണ്ട കടമ മക്കൾക്കുണ്ട്. അപ്പം അത് മക്കൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. മക്കളെ നോക്കാത്ത അച്ഛനമ്മമാരും ഉണ്ടാവും, അച്ഛനമ്മമാരെ നോക്കാത്ത മക്കളും ഉണ്ടാവും. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അല്ലേ. ആർക്കായി എന്താ നമുക്ക് മുൻകൂട്ടി പറയാനൊന്നും പറ്റില്ല. അപ്പോൾ അത് മക്കള് നോക്കുന്ന അച്ഛനമ്മമാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗ്യം എന്ന് പറയാം. മക്കളെ നോക്കുന്ന അച്ഛനമ്മമാരാണെങ്കിലും അത് മക്കളുടെ ഭാഗ്യം എന്ന് പറയാം. അപ്പോൾ ചിലവരുണ്ട് മക്കളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ എന്തിനും ഏതിനും നമ്മൾ കൃത്യതയും ചിട്ടയൊക്കെ വേണം. അതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അരുത് എന്നൊക്കെ നമ്മൾ പറയണം. പക്ഷെ എന്തിനും ഏതിനും എപ്പോഴും അരുത് എന്ന് പറഞ്ഞ് മക്കളുടെ മനസ്സ് മുരടിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുക. അല്ലെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഇന്നത്തെ കാലത്ത് നമുക്ക് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നോക്കുന്നവരെ നോക്കുള്ളൂ, അല്ലെങ്കിൽ നന്നാവുന്നവരെ നന്നാവുള്ളൂ അല്ലേ. അതാണ് പെണ്ണെന്നുള്ളത് വ്യത്യാസമില്ല. അതുപോലെ പുറം നാടുകളിലൊക്കെ പോയിട്ട് എത്രയോ പേര് വിദ്യാഭ്യാസത്തിനായിട്ടും ജോലിക്കായിട്ടും പുറം നാടുകളിലേക്ക് പോകുന്നുണ്ട്. ആ പോകുന്നവരും നന്നായിരിക്കുന്നവരും നല്ല ശീലങ്ങളാവുന്നവരും ഒക്കെ അവരവരുടെ മനസ്സുകൊണ്ടാണ്. കാരണം ആരും ആരെയും നിർബന്ധിച്ച് തിരിക്കാക്കണില്ല. അങ്ങനെ നിർബന്ധിച്ച് ആകുക അല്ലെങ്കിൽ അവിചാരിതമായി അപകടത്തിൽ പെടുത്തുന്നവരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷേ ചുരുക്കം ഞാൻ പറയാണ്, ഒരു മദ്യപാന കൂട്ടുകെട്ടിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ എത്ര മദ്യപിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിലും അവരുടെ ഇടയിൽ മദ്യപിക്കാതിരിക്കുന്നവരുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ആരും വായിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടല്ലോ കുടിക്കുക എന്ന് ചോദിക്കും. ശരിയാണ്. അതുപോലെ തന്നെയാണ് ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന മയക്കുമരുന്നുകൾ, ലഹരി മരുന്നുകളൊക്കെ കേട്ടോ. സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഒരുപാട് എന്താ പറയുക, സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെ വേണം നമ്മൾ ജീവിച്ചു പോകാനായിട്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചു പോകുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുക. നമുക്ക് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒരുപോലെ നമ്മൾ കരുതിയിട്ട് നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. അല്ലാതെ അവ ആൺകുട്ടിയാണ്, അവന് കൂടുതൽ ഭക്ഷണം കൊടുക്കണം, അവന് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അവനാണ് നാളെ എന്നെ നോക്കേണ്ടത്, അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇന്ന് ചിലപ്പോൾ ആൺമക്കളെ നമ്മൾ ആ രീതിയിലൊക്കെ വളർത്തിക്കൊണ്ടുവന്നാലും അവരുടെ കാര്യങ്ങൾ നോക്കി പോകുന്നവരുണ്ട്. അവർ ചിലപ്പോൾ വിവാഹം കഴിഞ്ഞ് അവരുടെ ഭാര്യയും മക്കളായിട്ട് അവരുടേതായ സുഖജീവിതത്തിൽ ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മളെ നോക്കിക്കൊള്ളണം എന്നില്ല. പിന്നെ പെൺകുട്ടിയാണെന്ന് വെച്ചിട്ട് നമ്മൾ വേറൊരു വീട്ടിലേക്ക് വിവാഹം ചെയ്ത് കൊടുക്കുകയാണ്, അവൾ നമ്മളെ നോക്കാല്ലേ, അവിടുത്തെ അച്ഛനമ്മേനെ നോക്കട്ടെ, അങ്ങനെ
ശ്രദ്ധിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ആ പെൺകുട്ടിയായിരിക്കും നമ്മളെ നോക്കാനായിട്ടുണ്ടാവുക. അപ്പോൾ പിന്നെ ചോദിക്കും, നമ്മൾ ആൺമക്കൾക്ക് വിവാഹം ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞ് മക്കളുടെ ഭാര്യമാർ ഈ വീട്ടിലെ ജോലിക്കാരി ആവാനാണോ, അല്ലെങ്കിൽ നിങ്ങൾ മകനെ വിവാഹം ചെയ്ത് കൊണ്ടുവരുന്നത് വീട്ടിലെ പണി നോക്കാനാണോ, അല്ലെങ്കിൽ അച്ഛനും അമ്മേനെയും നോക്കാനാണോ എന്നുള്ളത്. അപ്പോൾ ഈ അച്ഛനും അമ്മയും, പ്രായമായ അച്ഛനും അമ്മേനെയും നോക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്തുള്ളതല്ല, പണ്ട് കാലം മുതലേ ഉള്ളതാണ്. പണ്ട് കാലത്ത് ഇന്നത്തെ പോലെ ആരും ജോലിക്കൊന്നും കൂടുതലായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഏതൊരു വീട്ടിലും അച്ഛനും അമ്മയും മക്കളും മാത്രമായിട്ട് ജീവിക്കുന്ന സമയത്ത് മക്കൾ സ്കൂളിൽ പോയി, അച്ഛൻ ജോലിക്ക് പോയി, അപ്പോൾ അമ്മയും ചെറിയ ഒരു കടയിലേക്കാണെങ്കിൽ പോലും അങ്ങനെ ജോലിക്ക് പോകുന്ന വീടുകളാണ് ഇന്നുള്ളത്. അപ്പോൾ അങ്ങനെ ജോലിക്ക് പോകണോണ്ടും കാര്യങ്ങൾ നടന്നതുകൊണ്ടും ആരും ആരെയും കുറ്റക്കാരാക്കണില്ല. പക്ഷേ ആൺകുട്ടി വിവാഹം ചെയ്ത് കൊണ്ടുവന്ന ഭാര്യ, അതായത് മരുമകളാണെങ്കിലും മകളാണെങ്കിലും തൻ്റെ കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ കടമകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആർക്കും അതിനുള്ള മനസ്സില്ല. അപ്പോൾ പറയുമ്പോൾ നമുക്ക് പൈസ കൊടുത്ത ആളെ കിട്ടും, അപ്പോൾ ഹോം നേഴ്സിനെ വെക്കാന്ന് പറയും. പക്ഷെ അങ്ങനെയെങ്കിൽ അങ്ങനെ കാര്യം നടക്കണ്ടല്ലോ എന്നുള്ളത് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുക അത്രയല്ലേ പറ്റുള്ളൂ ഇന്നത്തെ കാലഘട്ടത്തിൽ, അല്ലേ? നമുക്കൊക്കെ പ്രായമായി കഴിഞ്ഞാലും എന്താ സംഭവിക്കുക ഏതാ സംഭവിക്കുക നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പിന്നെ മാത്രമല്ല, നമ്മൾ മക്കളെ വളർത്തി, നമുക്ക് ജനിച്ച മക്കളെ നമ്മൾ തന്നെ വളർത്തി കൊണ്ടുവരണം. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. ബാല്യകാലത്തിലും അവരുടെ കളിയും ചിരിയും അല്ലെങ്കിൽ വികൃതിയും നമ്മളതിനെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കും, അല്ലേ? കുട്ടികളെ നോക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. നമ്മൾ വീട്ടിൽ എന്ത് പണികൾ വേണമെങ്കിലും ചെയ്യാം, കുട്ടികളെ നോക്കില്ല ബുദ്ധിമുട്ട് എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ കുട്ടികളെ നോക്കില്ല എളുപ്പമല്ല. അങ്ങനെ ആ ഒരു കാലഘട്ടം കടന്നുപോയി, വിദ്യാഭ്യാസം കൊടുത്തു, അതിനുശേഷം അവർ പ്രായപൂർത്തിയായി ജോലിയൊക്കെ കിട്ടി, വിവാഹപ്രായമായി വിവാഹമൊക്കെ കഴിക്കും. അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ശഠിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ നിർബന്ധ ബുദ്ധിക്ക് അനുസരിച്ച് നമ്മുടെ മക്കളായിക്കൊള്ളണം എന്നില്ല. കാരണം അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. പിന്നെ അവരുടെ ജീവിതത്തിലേക്ക് വേറൊരു പെൺകുട്ടി വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ജീവിതം മെച്ചപ്പെടുത്താനേ അവർ ശ്രമിക്കുള്ളൂ. ആ പെൺകുട്ടിയും അല്ലെങ്കിൽ മകനും മരുമകളും അവരവരുടെ ജീവിതത്തിൽ നന്നായി സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അവർ തമ്മിൽ പരസ്പരം വഴക്ക് ഉണ്ടാക്കുന്നത് നമ്മൾ ഒരു കാരണമാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അവരവരുടേതായ ജീവിതം മെച്ചപ്പെടുത്തി ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ. നമ്മളെ നോക്കേണ്ടത് അവരുടെ കടമയാണ്. അവർ നോക്കാൻ പറ്റുമെങ്കിൽ നോക്കട്ടെ, ഇല്ലെങ്കിൽ ഓരോരുത്തർക്കും എന്താ വിധി നമുക്ക് പറയാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ ഞാൻ നിന്നെ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നോക്കിയത്. ഏതൊരമ്മയും നോക്കാത്ത പോലെ ഞാൻ നിന്നെ നോക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതൊരച്ഛനും നോക്കാത്ത പോലെ ഞാൻ നിന്നെ നോക്കിയിട്ടുണ്ട്. അത്രയും കഷ്ടപ്പെട്ടിട്ട കാര്യം ശരിയാണ്. ഇന്നത്തെ പോലെയല്ല. പണ്ട് കാലത്ത് നമ്മൾ 10 രൂപ കിട്ടി 20 ആക്കാനായിട്ടാണ് ശ്രമിച്ചു കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പലതും വേണ്ടെന്ന് വെക്കും. ഇപ്പം ഞാൻ ചുരുക്കം പറയാം, ഓരോ സ്ഥലങ്ങളിലേക്ക് ടൂർ പോകുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഒരു സിനിമയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചിട്ട് തങ്ങളുടെ മക്കളെ വളർത്താനും അതുപോലെ അവരുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ നടത്തിയെടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ നമ്മുടേതായ പല ആവശ്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സന്തോഷങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മൾ ആസ്വദിക്കേണ്ട സമയങ്ങൾ നമ്മൾ ജീവിതം ആസ്വദിക്കാതെയും കൊണ്ടു നടന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ തെറ്റല്ല, അവരുടെ തെറ്റുമല്ല. അപ്പോൾ അത് നമ്മൾ സ്വയം മനസ്സിലാക്കുക. നമ്മളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിക്കേണ്ടിയിരുന്നു. അത് നമ്മൾ ചെയ്തില്ല. അപ്പോൾ പിന്നെ നമ്മൾ മക്കളോട് കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ നിങ്ങളെ നോക്കിയത് കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതം ആസ്വദിക്കാൻ പറ്റിയില്ല, നമ്മൾ കണക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പലരും പറയുന്നത് കേൾക്കാം, ഞാൻ നിന്നെ വളർത്തിയത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയത് കൊണ്ട് എനിക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റിയില്ല എന്നുള്ളത് പലരും ഇന്നത്തെ കാലത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് മക്കളോട് നമ്മൾ ആ കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതം ആസ്വദിക്കേണ്ടതും നമ്മുടെ ആവശ്യമായിരുന്നു, അത് നമ്മൾ ചെയ്തില്ല. നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ അവരുടെ വിദ്യാഭ്യാസമായി അല്ലെങ്കിൽ അവരുടെ വിവാഹം കഴിഞ്ഞാലും അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായി, അവർക്ക് മക്കളുണ്ടായി അവരുടെ മക്കളെ നോക്കാനായിട്ടിരുന്നു. അതെല്ലാം നമ്മുടെ തെറ്റാണ്. അവർ നമ്മളോട് പറയണില്ല. അവർ പറയുന്നത് എന്താ, ഞങ്ങൾക്ക് നിങ്ങളുള്ളത് കൊണ്ട് ഞങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെ പോകണില്ലെങ്കിൽ ഞങ്ങൾ പണിക്ക് ആളെ വെക്കും, അല്ലെങ്കിൽ ഞങ്ങൾ പൈസ കൊടുത്ത ആളെ വെക്കും, 1-2 ആളെ ഞങ്ങൾ വെക്കും. അപ്പോൾ ഇപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ കൂടെ ഇങ്ങനെ പോകുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കാശ് കൊടുത്ത ആളെ വെച്ചിട്ട് ഞങ്ങൾ ജീവിക്കും. ഞങ്ങൾ ജീവിക്കാതെ ഇരിക്കില്ല. ഞങ്ങളും ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഞങ്ങൾ ഭക്ഷണം പാചകം ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ആളെ വെച്ച് ഞങ്ങൾ ജീവിക്കും. അപ്പോൾ ഞങ്ങൾ ജീവിക്കാതെ ഇരിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു എന്ന് പറയണ്ട എന്നുള്ളത് ഇന്ന് മക്കൾ നമ്മളോട് തിരിച്ചു പറയും. അപ്പോൾ അത് പറയാനുള്ള ഇടവരുത്തണ്ട. കാരണം നമ്മൾ പ്രായമായി വരികയാണ്. നമുക്ക് ഇനിയും ചെറുപ്പം തിരിച്ചു കിട്ടില്ല. നമ്മൾ കഷ്ടപ്പെട്ടതും നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ ജീവിതത്തിൽ നേരത്ത് ഭക്ഷണം കഴിക്കാതെയും ഒരുപാട് കഷ്ടപ്പെട്ട് ഓടിയുണ്ട്. ആ കഷ്ടപ്പെട്ട് ഓടിയത് ആർക്ക് വേണ്ടിയിട്ടാ? ഈ മക്കൾ പറഞ്ഞിട്ടുണ്ടോ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടണം എന്നുള്ളത്? നമ്മുടെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ടോ ഭർത്താവിന് വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടണം എന്നുള്ളത്? ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന്
അങ്ങനെ കഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ആ കഷ്ടപ്പാടിൻ്റെ കണക്ക് പിന്നെ നമ്മൾ വിളിച്ച് പറയുന്നത് ശരിയല്ല. അതുപോലെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ 10 മാസം ചുവന്ന് പ്രസവിച്ചു, ഞാൻ പ്രസവ സമയത്ത് എനിക്കൊരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റിയിട്ടില്ല, എനിക്ക് ഛർദിയായിരുന്നു, അങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് ഈ മക്കളല്ലല്ലോ പറഞ്ഞത്, എന്നെ ജനിപ്പിക്കണം എന്നുള്ള ആ മക്കൾ നമ്മളോട് പറയണില്ല. അപ്പോൾ മക്കൾ നമുക്ക് ഉണ്ടാവണു, അത് നമ്മുടെ യോഗത്തിൽ നമുക്ക് ഉണ്ടാവണു. ആ മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നോക്കേണ്ട കടമ നമ്മുടെ തന്നെയാണ്. നമ്മുടെ ഗർഭത്തിൽ ഊറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസവിക്കുന്നത് വരെയും, പ്രസവിച്ചു കഴിഞ്ഞാൽ എത്ര ദിനരാത്രങ്ങൾ നമ്മൾ കണ്ണടയ്ക്കാതെ ഇരിക്കേണ്ടി വരുന്നുണ്ട്, രാത്രികളിൽ ഉറക്കമൊഴിച്ചിട്ട് ഇരിക്കേണ്ടി വരുന്നില്ലേ? അത് നമ്മൾ ചിലപ്പോൾ കുട്ടിക്ക് പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര ദിവസം നമ്മൾ ഉറക്കം പോകുന്നുണ്ട്. ഇനി പനി ഒന്നും ഇല്ലെങ്കിൽ പോലും, ആരോഗ്യമുള്ളൊരു കുഞ്ഞാണെങ്കിൽ പോലും എത്ര ദിവസം നമ്മൾ ആ കുട്ടി ഒരു പാകത്തിൽ വളർന്നു വരണ വരെ നമുക്ക് രാത്രികളിൽ തന്നെ ഉറക്കം നഷ്ടപ്പെടും, പകലും നമുക്ക് റെസ്റ്റ് ഉണ്ടാവില്ല. ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് അല്ലേ? അപ്പോൾ ആ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചിട്ട് തന്നെയാണ് ഓരോരുത്തരും മക്കളെ വളർത്തുക. പിന്നെ ചിലപ്പോൾ ചിലവർ പറയും, വീട്ടിൽ കുടുംബത്തിൽ മറ്റുള്ളവരെ എല്ലാ കുട്ടറ കാര്യങ്ങളും നോക്കി പാല് കൊടുക്കാൻ മാത്രം ചിലപ്പോൾ അമ്മയുടെ അടുത്തേക്ക് കുട്ടി പോകുന്നുണ്ടാവുള്ളൂ. പക്ഷേ എന്നാലും അവരും പറയും 24 മണിക്കൂറും അവരെന്നെ നോക്കണം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് മക്കളെ വളർത്തി വലുതാക്കുന്നത്, ഒരാൾ എന്നുള്ളതില്ല. പക്ഷെ അങ്ങനെ ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ. ഇവർക്കൊക്കെ എന്തിനാ മക്കളെ കൊടുക്കുന്നത് നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന അച്ഛനമ്മമാരും ഉണ്ട് കേട്ടോ. തിരിഞ്ഞു നോക്കാത്തവരും ഉണ്ട്, എങ്ങനെ വെച്ചാൽ ജീവിച്ചോട്ടെ എന്നുള്ള പോലെ. പക്ഷെ കട്ടേ കടന്ന് കതിരാവെന്ന് പറയുന്ന പോലെ ആ മക്കളൊക്കെ നന്നായി തീരും ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കി അവർ പ്രായമായി, അവരുടെ വിവാഹം കഴിഞ്ഞ് ജോലിയൊക്കെ ആയി അവർ നമ്മളെ നോക്കുന്ന കാലഘട്ടത്തിൽ അവർ എന്ത് ചെയ്താലും നമുക്ക് തൃപ്തി പോരാ എന്ന് പറയുന്നത് അത് നമ്മുടെ ശരികേടാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും പണ്ട് കാലത്ത് നമ്മൾ ഒരു കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്ന സമയത്ത് ഒരു മുത്തച്ഛനോ ഒരു അമ്മൂമ്മയോ വയ്യാതെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഇരിക്കാനായിട്ട് ഒരാളുണ്ടാവും, അവരുടെ കൈയും കാലും ഒഴിഞ്ഞു കൊടുക്കാനായിട്ട് ഒരാളുണ്ടാവും, തൈലം തേച്ച് കൊടുക്കാനായിട്ട് ഒരാളുണ്ടാവും, കുളിപ്പിച്ച് കൊടുക്കാനായിട്ട് ഒരാളുണ്ടായിരിക്കും, അടുക്കള പണി ചെയ്യാൻ വേറൊരാളുണ്ടാവും, പുറത്തെ പണികൾ ചെയ്യാൻ ഒരാളുണ്ടാവും. കാരണം കുടുംബത്തിൽ ഒരുപാട് പേരുണ്ട്, ഓരോരുത്തർക്കും ഓരോ ജോലികൾ വിഭജിച്ചിട്ടാണ് കിട്ടുക. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിൽ ചെയ്താൽ മതി. ഇന്നൊക്കെ അണുകുടുംബമാണ്. ഇന്ന് ഈ അണുകുടുംബത്തിൽ ഒരു അച്ഛനും അമ്മയും മക്കളും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരെല്ലാവരും ജോലിക്ക് പോകുന്നവരും പഠിക്കുന്നവരും ആവും. അപ്പോൾ ഈ പ്രായമായ ഒരു അമ്മയോ അച്ഛനോ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട രീതിയിൽ നേരത്തെ ഭക്ഷണം വെള്ളവും കാര്യങ്ങളും കൊടുക്കും. അവരെ രാവിലെ ഇവർ പോണേക്കെ മുന്നേ കുളിപ്പിച്ച് കൊടുക്കും. അത് കഴിഞ്ഞാൽ അതിൽ സന്തോഷം കണ്ടെത്തി നമ്മൾ സ്വയം ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ എനിക്കിത് കിട്ടിയത് പോരാ, ഞാൻ എൻ്റെ മുത്തച്ഛനെ തലവടിയിട്ടിരുന്നുണ്ടായിരുന്നു, എന്നെ തലവടാൻ ആരും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും തലവടാനായിട്ട് ഉണ്ടാവില്ല. ഇന്ന് കാലം അങ്ങനെയാണ്, അണുകുടുംബം ആയതുകൊണ്ട് ഓരോരുത്തരും. പിന്നെ പണ്ടത്തെ മണ്ണല്ല ഇന്നെന്ന് പറഞ്ഞ പോലെ ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ മാത്രമല്ല, ഒരുപാട് അസുഖങ്ങളുണ്ട്. കാരണം നമ്മൾ തിന്നുന്നത് മുഴുവൻ വിഷമാണ്. കാരണം വിഷടിച്ച വസ്തുക്കളാണ് നമ്മൾ കഴിക്കുന്ന, പച്ചക്കറി ആയിക്കോട്ടെ എന്തും അല്ലേ? അപ്പോൾ അത് കഴിക്കുന്നതിൻ്റെതായ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇപ്പം 102 വയസ്സ് 110 വയസ്സ് വരെ ആൾക്കാർ ജീവിച്ചിരുന്നുണ്ടായിരുന്നു. അതിനുശേഷം അത് 90ആയി, 80ആയി, 60ആയി. ഇന്നിപ്പോൾ 50 എത്തിയ ഭാഗ്യം എന്നുള്ള രീതിയിലാണ്. അപ്പം നമ്മൾ 40 വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് എപ്പോഴാണ് എന്താ സംഭവിക്കുക ഒന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അസുഖങ്ങളാണെങ്കിലും എന്താ അസുഖം വരിക. ഇന്നിപ്പോൾ എല്ല് തേയ്മാനങ്ങളെ ഒരു 30 വയസ്സ് കഴിഞ്ഞ് ഏതൊരു സ്ത്രീനും നോക്കി നോക്കൂ, അവരെ നടപ്പിൽ തന്നെ വ്യത്യാസം ഉണ്ടായിരിക്കും. കാരണം എല്ല് തേയ്മാനം, കാലുവേദന, മുട്ടുവേദന. അപ്പോൾ ആ നടക്കുന്ന ഏതൊരു സ്ത്രീനും ശ്രദ്ധിച്ചറിയാമോ, ഒന്നിങ്ങനെ ആടിയിട്ടാണ് ഇന്ന് സ്ത്രീകൾ നടക്കുന്നത്. സ്ത്രീകൾ നടക്കുന്നതിൻ്റെ സ്റ്റൈലല്ല അത്, അവരുടെ എല്ല് തേയ്മാനത്തിൻ്റെതാ. ഓരോ പ്രസവം കഴിയുമ്പോഴും അവർക്ക് അതിൻ്റെതായ മാറ്റങ്ങളുണ്ട്. കാരണം പാല് കുട്ടി വളർത്തുകയാണ്. അപ്പം മുലപ്പാൽ കുടിക്കുമ്പോൾ പാല് കുടിക്കുമ്പോൾ നമുക്ക് കാൽസ്യത്തിൻ്റെയും അയണിൻ്റെയും ഒക്കെ കണ്ടന്റുകൾ നമുക്ക് ശരീരത്തിലേക്ക് ചെല്ലേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ ദൗർലഭ്യം മൂലമാണ് സ്ത്രീകൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ വരികയാണ്. കാലങ്ങളിലെ മാറ്റങ്ങളനുസരിച്ചാണ് നമ്മുടെ മനുഷ്യനും മാറ്റങ്ങൾ വരികയാണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ മണ്ണും വിണ്ണും എല്ലാം മാറി. അപ്പോൾ പിന്നെ മനുഷ്യനും മാറി, മനസ്സും മാറി, അതുപോലെ നമ്മുടെ ആരോഗ്യം മാറി. അപ്പം നമ്മുടെ ആരോഗ്യം ഇപ്പം എൻ്റെ അമ്മൂമ്മയുടെ ആരോഗ്യം എൻ്റെ അമ്മയ്ക്ക് ഉണ്ടാവില്ല, എൻ്റെ അമ്മയുടെ ആരോഗ്യം എനിക്ക് ഉണ്ടാവില്ല. അപ്പം നമ്മൾ ചെറുപ്പത്തിൽ എന്നും 17 വയസ്സിൽ നമ്മൾ നടന്ന പോലെ ഇരുന്ന പോലെ നമുക്ക് ഇന്നും ഈ 70-ആം വയസ്സിൽ നടക്കണം എന്ന് പറഞ്ഞാൽ ചിന്തിച്ചാൽ നടക്കില്ല. നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് ചെറുപ്പമായിരിക്കാം, അല്ലെങ്കിൽ ശരീരത്തിനുണ്ടാകുന്ന അസുഖങ്ങൾ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നില്ല. അപ്പം മനസ്സുകൊണ്ട് നമുക്ക് തോന്നും നമുക്ക് ഓടിപ്പോവാം, അവിടെ അത് പോയി ചെയ്യാം, ഇത് പോയി ചെയ്യാം എന്നുള്ളത്. അതനുസരിച്ച് നമ്മുടെ ശരീരം പ്രവർത്തിക്കില്ല. അപ്പോൾ നമ്മുടെ ഈ
ഈ പോരായ്മകൾ നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പെരുമാറണം, പ്രവർത്തിക്കണം. അല്ലാതെ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ചുറുചുറുക്കുള്ളത് ശരീരം കൊണ്ട് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം പെരുമാറാനായിട്ട്. അപ്പം മനസ്സിൻ്റെ ചുറുചുറുക്ക് കൊണ്ട് ചിലപ്പോൾ നമുക്ക് മക്കളേനൊക്കെ ചീത്ത പറയാനായിട്ട് തോന്നും, അല്ലെങ്കിൽ മക്കൾ ചെയ്തത് പോരാന്നുള്ളത് തോന്നും, അവരുണ്ടാക്കി തരുന്ന ഭക്ഷണം നമുക്ക് പോരാൻ തോന്നും. അപ്പം പല പോരായ്മകളും നമുക്ക് തോന്നും. എല്ലാം പോരായ്മകളായിരിക്കും, അരുതുകളായിരിക്കും. അപ്പം ഇത് കുറേ കേൾക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മളോട് ദേഷ്യം വരും. അപ്പം ആ ഒരു ദേഷ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവർക്കൊരു ശല്യമായിട്ട് മാറും. അപ്പം ആ ശല്യമായിട്ട് മാറാതെ കിട്ടുന്നത് കൊണ്ട് സന്തോഷമായിട്ട്, അല്ലെങ്കിൽ ചെയ്തു തരുന്നതും സന്തോഷം എന്ന് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ അതിനെ എന്തിലും നമ്മൾ സംതൃപ്തി കണ്ടെത്തിയിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം അത്ര മാത്രമേ എനിക്ക് മാതാപിതാക്കളോട് പറയാനായിട്ടുള്ളൂ. പിന്നെ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തി എന്നുള്ളതിന് കണക്കുകളും കടമകൾ, അത് നമ്മുടെ ഒരു കടമയാണ്. കണക്കുകൾ പറയാതിരിക്കുക. കാരണം കണക്കുകൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യാനുള്ള കർമ്മം നമ്മൾ ചെയ്യുക. കിട്ടാനുള്ള കർമ്മം നമുക്ക് കിട്ടും. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂ. അപ്പോൾ നമ്മുടെ മക്കളും അവരുടെ കടമ ചെയ്യാനുള്ളത് ചെയ്യട്ടെ, ചെയ്യാത്തവരച്ച ചെയ്യാതിരിക്കട്ടെ. നമ്മളിതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ വെച്ചാൽ അതുപോലെ, അതൊക്കെ വിദ്യയാണ്, അതുപോലെ വരുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ കടമകൾ നമ്മൾ എപ്പോഴെപ്പോഴും ഞാൻ നോക്കി വളർത്തി വലുതാക്കി, ഞാൻ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി, ഞാൻ നേരം ഭക്ഷണം കഴിക്കാണ്ട് വളർത്തി വലുതാക്കി എന്നൊന്നും പറയരുത്. അവർ നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഞങ്ങളെ നോക്കണം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് ബുദ്ധിയുള്ള കാലത്ത്, ബുദ്ധി ഇല്ലാത്തവരോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഓർമ്മയും ബുദ്ധിയുള്ള സമയത്ത് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചിട്ട് എന്തിലും ഏതിലും സന്തോഷം കണ്ടെത്തിയിട്ട് സംതൃപ്തി കണ്ടെത്തിയിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ജീവിച്ചാൽ മാത്രമാണ് നമുക്ക് ഇനിയുള്ള കാലത്തിൽ സമാധാനമായിട്ടൊന്ന് ജീവിച്ചു പോകാനായിട്ട് പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം എന്തിലും ഏതിലും മുറുമുറുപ്പും മുഖം കയറ്റിയിട്ടും, മക്കൾ എന്ത് തന്നാലും മുഖം കയറ്റി കഴിക്കുക, അല്ലെങ്കിൽ എന്ത് കിട്ടിയാലും അത് പോരാന്നുള്ളത് പറയുക, അല്ലെങ്കിൽ എന്ത് തന്നാലും എനിക്കത് ഇഷ്ടമില്ല എന്ന് പറയുക. അപ്പോൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും നമ്മുടെ സാധാരണ ഭക്ഷണ രീതികൾ നമുക്ക് കിട്ടിയ അത് തന്നെ ഒരു ഭാഗ്യം എന്നുള്ളത് ചിന്തിക്കുക. കാരണം ഇന്ന് എപ്പോഴും ഫാസ്റ്റ് ഫുഡിൻ്റെ ലോകമാണ്. അപ്പോൾ ആ ഫാസ്റ്റ് ഫുഡല്ല എനിക്ക് ലഭിക്കുന്നത്, നമ്മുടെ സാധാരണ വീട്ടുഭക്ഷണം തന്നെയാണ് കിട്ടുന്നത്. അതിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്നത് ചിന്തിക്കുക. കഞ്ഞി ഉള്ളിച്ചാലും മിണ്ടാതെ കുടിക്കുക, വെള്ളയെ തന്നുള്ളിച്ചാലും മിണ്ടാതെ കുടിക്കുക. ഇനിയുള്ള കാലം അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ജീവിച്ചു പോവുക. പിന്നെ ഇന്നത്തെ കാലത്ത് നമ്മുടെ വീട്ടിൽ തന്നെ അവർ നോക്കിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ പണം കൊടുത്തു കഴിഞ്ഞാൽ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി ആക്കാൻ പറ്റും. പുറം നാടുകളിലൊക്കെ വൃദ്ധസദനങ്ങൾ ഒരുപാട് കൂൺ പോലെ ഉണ്ട്. നമ്മുടെ നാട്ടിലും അതുപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതികളുമായിട്ടാണ് നമ്മുടെ നാട്ടിലും ഈ രീതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വൃദ്ധസദനങ്ങളിലൊക്കെ പോയി നമ്മൾ ജീവിക്കുന്നതിനൊക്കെ ഭേദമല്ലേ നമ്മുടെ വീട്ടിൽ, നമ്മുടെ മുറിയിൽ നമുക്ക് സമാധാനമായിട്ടൊന്ന് കിടക്കാൻ പറ്റിച്ചാൽ അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ആ ഒരു ഭാഗ്യം നമ്മളായിട്ട് കളയാതെ അങ്ങനെ അതനുസരിച്ച് ജീവിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.